എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാനില്ലെങ്കിലും ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ, അടുത്തുള്ള കുഞ്ഞുങ്ങൾ അംഗൻവാടിക്ക് വേണ്ടി അവിടെ ഇവിടെ ഓടി നടക്കാതെ വാടകവീടുകളിൽ പോകാതെ ഇരുന്ന പഠിക്കത്തക്കവണ്ണം ഒരു സൗകര്യം ഒടുക്കി കൊടുക്കേണ്ട ഒരാഗ്രഹവും ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഈ ബഹുമാനോട് മെമ്പറോട് ഞാൻ പറയുകയും ആവശ്യത്തിന് സ്ഥലം ഞാൻ വിട്ടുതരാം, അതിനുള്ള സംവിധാനം ബാക്കിയുള്ള ഒരുക്കുവാനും പറഞ്ഞ് അങ്ങനെയാണ് ഇത് അംഗൻവാടിയുടെ സ്ഥലം കൊടുക്കുവാനിടയായത്. എത്ര വസ്തു വേണമെങ്കിലും അംഗൻവാടി കെട്ടിടത്തിന് ഞാൻ വിട്ടു നൽകാം. ഒരു അംഗൻവാടി കെട്ടിടം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അംഗൻവാടി കെട്ടിടം പണിയണം എന്ന് പറഞ്ഞു. എന്നോട് ആവശ്യത്തിന് എടുത്തോളാനാണ് പറഞ്ഞത്. 3.25 സെന്റ് വസ്തുവാണ് ഈ ആവശ്യത്തിനായി വിട്ടു നൽകി. അപ്പം അത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി മനോഹരമായൊരു കെട്ടിടവും പണിഞ്ഞു തന്നു. ഇന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അംഗനവാടിക്ക് നിങ്ങൾക്ക് എത്ര സ്ഥലമാണ് വേണ്ടത് എന്നുള്ള എത്ര സ്ഥലം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളാൻ അച്ഛൻ പറഞ്ഞു. അതാണ് അച്ഛൻ്റെ ഒരു പ്രത്യേക മനസ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. കാരണം അച്ഛനെ പോലുള്ള മനസ്സുള്ള ആളുകളെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മനസ്സുള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന നാട്ടുകാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജയനണ്ണ, നമ്മുടെ ഈ അംഗനവാടിയെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? അംഗൻവാടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാര്യം ഈ ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായൊരു അംഗൻവാടി ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മാത്യു ചാൻ, അദ്ദേഹമാണ് ഈ ഒരു അംഗൻവാടിക്ക് സ്ഥലം നൽകിയത്. ഇതൊരു റിമോട്ട് ഏരിയയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് താഴെപ്പുറത്ത് തന്നെ കോളനിയുണ്ട്, ഇവിടെ ഒരു കോളനിയുണ്ട്, 2 കോളനികൾ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. തൊട്ട് ഈ കരയ്ക്ക് അപ്പുറം പോയാലും വേറൊരു കോളനിയുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വന്നെത്താൻ പറ്റുന്നൊരു പ്രധാന സ്ഥലം കൂടിയാണിത്, റിമോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ പോലും. അപ്പോൾ ആ രീതിയിൽ ഞാനന്ന് പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ഈ സ്ഥലം വിട്ടു നൽകി 19 വർഷത്തിന് ശേഷം എൻ്റെ ഒരു ജനപ്രതിയായ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു കെട്ടിടം പണിയാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പത്തനാപുരത്തിൻ്റെ MLA കൂടെ ആയ ശ്രീ KB ഗണേഷ് കുമാർ അവர்களോടാണ്. അദ്ദേഹം, ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ, ഞാനൊരു ജനപ്രതി ആയപ്പം മുതൽ എൻ്റെ മനസ്സിലൊരു കൺസെപ്റ്റായിരുന്നു സ്വന്തമായിട്ടൊരു അംഗൻവാടി കെട്ടിടം എങ്ങനെയെങ്കിലും എൻ്റെ ടേബിൾ പൂർത്തിയാക്കിയിട്ട് പോകണമെന്ന്. ആ ഒരു കാര്യം, ആ ആഗ്രഹം നിറവേറ്റി. അത് എത്ര നന്ദി പറഞ്ഞാൽ, പ്രത്യേകിച്ച് മാത്യുച്ചാനോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട MLA-യോടും ഇവരോട് 2 പേരോടും ഒരുപാട് നന്ദിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ അംഗനവാടിയാണ്, AC വെച്ചുള്ള അംഗനവാടി ആദ്യത്തെ ഇവിടെ ആയിരിക്കും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പദ്ധതിയായിട്ട് ഗണേഷ് കുമാർ സാറ് പോകുന്നുണ്ട്. അല്ല, ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ല, നമ്മുടെ ഒരു കാരണം പ്രിയപ്പെട്ട MLA ആണ് എന്നോട് ഇവിടെ തറക്കല്ലിടിയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ അംഗൻവാടികളെല്ലാം, മുഴുവൻ അംഗൻവാടികളും AC വെക്കണമെന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ നടപ്പിലായിട്ടില്ല, ഇതുവരെ നടപ്പിലായില്ല, അത് വരുന്നേ. അപ്പം ഏറ്റവും അടുത്ത് തന്നെ എനിക്ക് ഒരാളൊരു ഓഫർ പറഞ്ഞു, AC വാങ്ങിച്ച് നൽകാമെന്ന് പറഞ്ഞു. AC അതുപോലെ തന്നെ ഒരു സ്മാർട്ട് TVയും കൂടെ അതിനുള്ളൊരു ശ്രമത്തിലാണ്. കുഞ്ഞുങ്ങളത് അവരുടേതായ എൻ്റർടൈൻമെൻറ്റ് അവർ കണ്ട്, പിന്നെ എല്ലാം പഠനത്തോടൊപ്പം തന്നെ അവരുടെ പിന്നെ കായിക കാര്യങ്ങൾക്കെല്ലാം കുഞ്ഞിലേ തന്നെ അവരിതെല്ലാം പഠിക്കട്ടെ. പിന്നെ AC എന്ന് പറഞ്ഞ ഇന്നത്തെ നമ്മുടെ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി എന്നോട് പറഞ്ഞു, AC ഇട്ട് അധ്യാപകർ ഉറങ്ങാനല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉച്ച സമയത്ത് കുറച്ച് ഉറങ്ങാം, അധ്യാപകർക്ക് ആ സമയത്ത് ഉച്ച സമയത്ത് കുറച്ച് നേരം ടീച്ചറിന് ഉറങ്ങാം, പക്ഷേ ബാക്കി ആർക്കും ഉറങ്ങാം. അംഗൻവാടികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ടോയ്ലറ്റാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. അതായത് രണ്ട് ടൈപ്പ് ആൾക്കാർ, 2 ടൈപ്പ്. ഈ വലിയവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്, ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോസറ്റ് ഉണ്ട്. ഈ ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി അത് നിർദ്ദേശിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹമാണ്, മന്ത്രിയുടെ ഒരു നിർദ്ദേശമാണ്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന അംഗനവാടികളിലൊക്കെ അത് ആക്കാൻ സാധ്യതയുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ആക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് എല്ലായിടും യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ബേബി ഫ്രണ്ട്ലി, ഞാൻ പോലും ഈ സംഭവം ഒരു അംഗൻവാടി കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ മന്ത്രിയുടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, വളരെ ക്രിയേറ്റീവായിട്ടാണ് അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത് പോലെ. ഇപ്പം ഇത്ര വിശാലമായ ഒരു ഹോളുണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള. കയറി വരുമ്പോൾ തന്നെ പിന്നെ വിശാലമായൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഞാൻ എടുത്തു പറയാൻ മന്ത്രിയുടെ ഒരു കാര്യം പറയാം, അദ്ദേഹം ഈ ടൈല് അദ്ദേഹത്തെ കൊണ്ടുവന്ന് സർട്ടിഫൈ ചെയ്ത് മാത്രമേ ഇതിടാൻ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുന്നത് AC പോയിന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുൻകൂർ നമ്മൾ ഒരു സമയത്ത് AC വെക്കുകയാണെങ്കിൽ ടിവിയുടെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കാണേണ്ട വാഷിംഗ് ബേസിൻ ഉണ്ട്. പിന്നെ ഇനിയിപ്പം ബാക്കി എല്ലാ സൗകര്യങ്ങളും, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചുറ്റുമതിൽ അതിൻ്റെ പകുതിയെ കെട്ടിയിട്ടുള്ളൂ. ബാക്കി ഇപ്പം പഞ്ചായത്തിൻ്റെ ഒരു 5.5 ലക്ഷം രൂപയോളം ഫണ്ട് വെച്ചിട്ടുണ്ട് ചുറ്റുമതിൽ കെട്ടാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇതുപോലുള്ള ജനപ്രതിനിധികൾ, ഇതേപോലുള്ള മനുഷ്യന്മാർ, അതും കൂടെ പറയണം, അച്ഛനെ പോലുള്ള മനസ്സുള്ള മനുഷ്യന്മാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹത്തിലുണ്ടാകുമ്പോഴാണ് നമുക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നത്.
ഒരു പ്രദേശത്തെ വികസനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഇതുപോലുള്ള ആൾക്കാരും എല്ലാവരും കൂടെ വിചാരിച്ചാൽ നടക്കും. അപ്പം ജയ് മെമ്പറിനെ പോലുള്ള ആളുകളും അച്ചായനെ പോലുള്ള ആളുകളും ഒക്കെ ഇനിയും സമൂഹത്തിൽ ഉയർന്നു വരട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് പങ്കുവെക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.